ഇന്റർനാഷണൽ ഫുട്ബോളിൻ്റെ ആ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ക്ലബ് ഫുട്ബോൾ സജീവമാകുന്നു. പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരം കഴിഞ്ഞു. ചെൽസി വേഴ്സസ് ബേൺലി. ബേൺലിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെൽസി 2-0 ബേൺലിയെ തോൽപ്പിച്ചു. ഇരു പാദങ്ങളിലും ഓരോ ഗോൾ വെച്ചിട്ട് ചെൽസി നേടി. ഇനിയിപ്പോൾ ആരൊക്കെ ഗോൾ അടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 37-ാം മിനിറ്റിലെ പെഡ്രോ നെറ്റോയും 88-ാം മിനിറ്റിലെ എൻസോ ഫെർണാണ്ടസും അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസും ചെൽസിക്ക് വേണ്ടി ഗോളുകൾ നേടി ചെൽസിയെ വിജയിപ്പിച്ചു. എന്തായാലും ഇത് എവേ മാച്ചായിരുന്നു. എവേ മാച്ചിൽ ഒരു 3 പോയിന്റ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ചെൽസിക്ക് ഒരു 3 പോയിന്റ് കയറി. ഇന്ന് സ്റ്റാർട്ട് എടുക്കുകയാണെങ്കിൽ 59% ബോൾ പൊസിഷനും ചെൽസിക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ബോൾ പൊസിഷനൊക്കെ ചെൽസിക്ക് തന്നെയായിരുന്നു. പക്ഷേ ബേൺലി ഒട്ടും പുറകിലല്ല. 41% ബോൾ പൊസിഷൻ ബേൺലിക്ക് ഉണ്ടായിരുന്നു. 94% പാസ് ആക്യുറസി ചെൽസിക്കാണ്. 15 ഷോട്ട്സ്, 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. അങ്ങനെയാണ് ചെൽസിയുടെ ഇതിലത്തെ സ്റ്റാറ്റ്. എനിവേ ചെൽസി ഒരു 3 പോയിന്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ജയത്തോടു കൂടി ചെൽസി പ്രീമിയർ ലീഗ് ടേബിളിൽ 2ാം സ്ഥാനത്തെത്തി. ഒരു കളി അഡ്വാൻറ്റേജ് അല്ല, ഒരു കളി കൂടുതൽ കളിച്ചിട്ടുണ്ട് ചെൽസി. എന്നിരുന്നാൽ പോലും 2ാം സ്ഥാനത്തെത്തി. 1ാം സ്ഥാനത്തുള്ള ആഴ്സണൽ 26 പോയിന്റാണ്. 2ാം സ്ഥാനത്തുള്ള ചെൽസി 23 പോയിന്റ്. 3 പോയിന്റ് വ്യത്യാസം 1ഉം 2ഉം സ്ഥാനക്കാർക്കുണ്ട്. എന്തായാലും ആദ്യത്തെ കളിയായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ലിവർപൂളും കളി നടക്കുന്നുണ്ട്. പിന്നെ ഈ വീക്കെൻഡിൽ അനേക കളികൾ വരും. അപ്പോൾ എല്ലാ കളികളും കഴിയുമ്പോൾ ചെൽസിക്ക് 2ാം സ്ഥാനം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. എനിവേ എന്തായാലും സ്റ്റിൽ ചെൽസി ജയിച്ച് 3 പോയിന്റ് നേടി പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനത്തുണ്ട്.